പ്രോഗ്രാം നമ്പർ 53 53. ഓ രാജഗോപാൽ, ഞങ്ങളുടെ രുക്മിണിയെടുത്തിയെ ഞാൻ മുമ്പും എൻ്റെ പ്രോഗ്രാമിൽ സീരീസിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതാരും വേണ്ടത്ര പരിഗണിച്ചതായി എനിക്ക് തോന്നിയില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ആകാൻ പറ്റില്ലല്ലോ. എൻ്റെ ചിന്തകളിലും വിഹ്വലതകളിലും എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ അധ്യാപകർക്കോ എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിൽ രുക്മിണിയെടുത്തി എത്തിയിരുന്നു. എൻ്റെ മനസ്സിലെ നിറം മങ്ങാൻ പോയിരുന്ന ചിത്രങ്ങൾക്കെല്ലാം രുക്മിണിയെടുത്തി പൂർവശോഭ നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടുകൾ തമ്മിൽ ഒരു പാമ്പിൻകാവിൻ്റെ അകൽച്ചയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും അങ്ങനെ തന്നെയായിരുന്നു. തങ്കമ്മയെടുത്തിയേ, ജാനുവെടുത്തിയേ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദിവസത്തിൽ 3 നേരമെങ്കിലും രുക്മിണിയെടുത്തി വരുമായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും. ഒഴിവു ദിവസങ്ങളിൽ ഞാൻ മിക്കപ്പോഴും രുക്മിണിയെടുത്തിയുടെ വീട്ടിലായിരിക്കും. അവരുടെ ചേച്ചി ശാരദ ടീച്ചറും സേതുവേട്ടനും നന്നായി വായിക്കുന്നവരും അപാര സ്നേഹസമ്പന്നരുമായിരുന്നു. രുക്മിണിയെടുത്തിയും അങ്ങനെ തന്നെ. ശരിക്കു പറഞ്ഞാൽ രുക്മിണിയെടുത്തി എൻ്റെ അമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. എനിക്ക് ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ രോഗിയായ എൻ്റെ അമ്മയെ കോഴിക്കോട്ട് ചാലപ്പുറത്തുള്ള ഡോക്ടർ എലിസബത്ത് ഐപ്പിനെ കാണിക്കാൻ ആവശ്യപ്പെട്ടതും കൂടെ വന്നതും രുക്മിണിയെടുത്തി തന്നെ. അതേപോലെ എൻ്റെ വിവാഹശേഷം ഞാൻ ആദ്യം സന്ദർശിച്ചതും രുക്മിണിയെടുത്തിയുടെ വീട് തന്നെ. പരപ്പനങ്ങാടിയിലെ പ്രാചീനവും അതിപ്രശസ്തവുമായ ഒരു ദൈവജ്ഞ കുടുംബമായിരുന്നു രുക്മിണിയെടുത്തിയുടേത്. രുക്മിണിയെടുത്തിയെ വിവാഹം കഴിച്ചത് കോഴിക്കോട്ടേക്കാണ്. സർക്കാർ സർവീസിലുണ്ടായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാലേട്ടൻ. അദ്ദേഹം എനിക്കേറെ പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ രുക്മിണിയെടുത്തിയുടെ കുടുംബ പ്രശസ്തി മുഴുവൻ അടിച്ചെടുത്തത് എൻ്റെ സഹപാഠി കൂടിയായ ശ്രീ NK ഉണ്ണികൃഷ്ണ പണിക്കരായിരുന്നു. കൂടെ പഠിച്ചിരുന്ന കാലത്ത് അത്ര മിടുക്കനൊന്നും അല്ലായിരുന്ന ഉണ്ണികൃഷ്ണൻ ജാതകങ്ങൾ നോക്കുന്നതിലും ഭാവി പ്രവചിക്കുന്നതിലും അതീവ മിടുക്കനും ലോകപ്രശസ്തനുമായി. പുലർച്ചെ മുതൽ ഉണ്ണികൃഷ്ണൻ്റെ വീട്ടുമുറ്റത്ത് 100 കണക്കിൽ VIP കാറുകൾ നിരന്ന് അങ്ങനെ കിടന്നിരുന്നു. അതിൽ ശ്രീലങ്ക പ്രധാനമന്ത്രി ശ്രീമതി ചന്ദ്രിക കുമരത്തുംഗെ തുടങ്ങിയ അത്യുന്നതരും ജയലളിത പോലുള്ള മുഖ്യമന്ത്രിമാരും അതിപ്രശസ്തരായ സിനിമാ താരങ്ങളും ഡൽഹിയിലെ ഉദ്യോഗ പ്രമാണികളും എന്തിന് CBI ഡയറക്ടർ വരെ ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ ഇല്ലായിരുന്നുവെങ്കിൽ ഗ്രാമീണരായ ഞങ്ങൾ പരപ്പനങ്ങാടിക്കാർക്ക് ഇങ്ങനെയുള്ളവരെ ആരെയും നേരിൽ കാണാൻ ഒക്കുമായിരുന്നില്ല. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത ആദ്യകാലത്ത് ഒരു സിനിമ നടിയായിരുന്നുവല്ലോ. അഭിനയശേഷി അത്രയൊന്നുമില്ലെങ്കിലും MGR മൊത്തുള്ള അവരുടെ പ്രണയരംഗങ്ങളും പാട്ടുകളും ഒരിക്കലും മറക്കാൻ കഴിയാത്തതായിരുന്നു. അവർ അഭിനയിച്ച സിനിമകളിലെ എല്ലാ പാട്ടുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ 1000-ൽ ഒരുവൻ എന്ന സിനിമയിലെ രാജാവിൻ പാതേ റാണിയിൻ പക്കം എന്ന ഗാനവും ഉന്നൈ നാൻ സന്ധിച്ചേൻ നീ 1000-ൽ ഒരുവൻ എന്ന ഗാനവും പടകോട്ടി എന്ന സിനിമയിലെ തൊട്ടാൽ പൂമലരും തൊടാമൽ മലർന്നു വിട്ടേൻ എന്ന ഗാനവും എൻ്റെ ഓർമ്മയിലെ ഓളപ്പാടികളിൽ ഇപ്പോഴുമുണ്ട്. സിനിമയിൽ കാണുമ്പോഴൊക്കെ അവർ മഞ്ഞുപോലെ വെളുത്ത സുന്ദരിക്കുട്ടിയായി തോന്നിയിരുന്നു. പക്ഷേ ഞാനൊരിക്കൽ ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിനടുത്തുകൂടി പോകവേ ഒരു റെയിൽവേ ഗേറ്റടയിൽ വെച്ച് അവരെ നന്നായി കണ്ടു. അവർ ഇളം കറുപ്പ് നിറത്തിലുള്ള നമ്മെപ്പോലെ ഒരു സാധാരണ സ്ത്രീയായിരുന്നു. വല്ലാണ്ട് തടിച്ച് ശരീരഭാഗങ്ങളെല്ലാം വസ്ത്രത്തിൽ നിന്ന് പുറത്തു ചാടുന്നത് പോലെ ഒരു സ്ത്രീരൂപം. ഞങ്ങളുടെ രുക്മിണിയെടുത്തി കോഴിക്കോട്ട് പന്നിയങ്കരയിലായിരുന്നു ഒരു സ്കൂൾ ടീച്ചറായി ജോലി ചെയ്തിരുന്നത്. അവർ TTC പഠിച്ചത് സെൻറ്റ് വിൻസെൻ്റ് കോളനി ട്രെയിനിങ് സ്കൂളിലായിരുന്നു. കോഴിക്കോട്ടെ
ജനാവലിക്ക് മുഴുവൻ പ്രിയങ്കരനായിരുന്ന ഫാദർ വെർഗോട്ടണി എന്ന ഒരു ഇറ്റാലിയൻ സന്യാസിയുടെ നേതൃത്വത്തിലായിരുന്നു ആ സ്ഥാപനം നടത്തിയിരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുനാവായ ഹൈസ്കൂളിലെ ജൂബിലി ആഘോഷങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുവാൻ ഞാനും ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററും കൂടി പോയിരുന്നു. സെമിനാരിയിൽ പോയപ്പോൾ ഫാദർ അവിടെയില്ല. അവിടെ ഉണ്ടായിരുന്ന ഇറ്റലിക്കാരായ സന്യാസിമാർക്ക് ഇംഗ്ലീഷ് തീരെ അറിയുകയില്ല. കുറച്ച് കാത്തിരുന്ന ശേഷം ഞാൻ അകത്തേക്ക് ചെന്ന് അല്പം ഉച്ചത്തിൽ ചോദിച്ചു, യു വാണ്ട് ടു സീ ഫാദർ വെർഗോട്ടണി, ഇസ് ഹി ഹിയർ? ഉള്ളിൽ നിന്ന് 2 ഇറ്റാലിയൻ പാതിരിമാർ വന്നു. വീണ്ടും അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് അവർ വീണ്ടും വന്നു. ഞങ്ങളോട് പറഞ്ഞു, ഹീ നോ കം എന്ന്. ഞങ്ങൾ ആകെ ചിരിച്ചുപോയി. ശ്രീ SK പൊറ്റക്കാട് ജപ്പാനിൽ പോയപ്പോൾ താനെടുത്ത കുറച്ച് ഫിലിംസ് ഡെവലപ്പ് ചെയ്യാനായി ഒരു സ്റ്റുഡിയോയിൽ പോയ സംഭവം ഓർമ്മ വന്നു. SK ഇംഗ്ലീഷിൽ ചോദിച്ചു, വെൻ വിൽ ഐ ഗെറ്റ് ദ ഫിലിംസ് ബാക്ക്? സ്റ്റാഫ് അംഗങ്ങളെല്ലാം അകത്തുപോയി ഏതൊക്കെയോ ഡിക്ഷണറികൾ പരിശോധിച്ച ശേഷം കുറേ കഴിഞ്ഞ് പുറത്തു വന്ന് പറഞ്ഞു, തുമാറോ, അതായത് നാളെ എന്നർത്ഥം. ഓരോ കഥകളെ. രുക്മിണിയെടുത്തിയെക്കുറിച്ച് ഏറെ പറയാനുണ്ട്. അവർ ഞങ്ങളുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് രുക്മിണിയെടുത്തി എന്നെ രാജാവേ എന്നാണ് വിളിച്ചിരുന്നത്. അവരുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ടൗണിലേക്ക് ഓടിപ്പോയി 10 മിനിറ്റിനുള്ളിൽ സാധനങ്ങളുമായി വരുമായിരുന്നു. കാലുകൾക്കടിയിൽ സ്പ്രിങ്ങുള്ള ഒരു മിടുക്കനായ കുട്ടിയായിരുന്നു ഞാനന്ന്. എൻ്റെ ജീവിതത്തിലെ ഒരു ടാലൻറ്റിനെ മാറ്റിമറിച്ചൊരു സംഭവത്തെപ്പറ്റി പറയാതെ വയ്യ. അത് ഞാൻ 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് ഉണ്ടായതെന്ന് തോന്നുന്നു. ആ വർഷത്തിലെ യൂത്ത് ഫെസ്റ്റിവൽ, അതായത് യുവജനോത്സവത്തിൽ എന്നോട് ചോദിക്കാതെ തന്നെ എൻ്റെ ഡെയ്സി ടീച്ചർ എൻ്റെ പേര് ലൈറ്റ് മ്യൂസിക് ഇനത്തിൽ കൊടുത്തു, ലളിതഗാനം. ഒരു 2 ആഴ്ചക്കുള്ളിൽ ഒരു നല്ല പാട്ട് പഠിച്ചു വരുവാനും പറഞ്ഞു. അന്ന് എൻ്റെ വീട്ടിൽ റേഡിയോ ഇല്ലായിരുന്നു. ഞങ്ങളുടെ അഞ്ചപ്പുര അങ്ങാടിയിൽ ശങ്കുരു എന്ന ആൾ നടത്തുന്ന ഡീലക്സ് ഹോട്ടലിൽ റേഡിയോ ഉണ്ടായിരുന്നു. സ്കൂൾ വിട്ടാൽ ഉടനെ എന്നും ഹോട്ടലിൻ്റെ മുന്നിൽ ഒരു കടലാസുമായി ഞാൻ ചെന്ന് അവിടെ കിട്ടുന്ന പാട്ടിൻ്റെ വരികൾ എഴുതിയെടുക്കും. പക്ഷേ 2ഓ 4ഓ വരികൾ എഴുതുമ്പോഴേക്കും പാട്ട് കഴിഞ്ഞിരിക്കും. അങ്ങനെ 10-20 ദിവസത്തിനുള്ളിൽ ONV ഗ്രൂപ്പിൻ്റെ അന്നത്തെ പ്രശസ്തമായ ഒരു നാടകഗാനത്തിൻ്റെ വരികൾ കിട്ടി. അതിൽ അവസാനത്തെ വരികൾ എൻ്റെ ഡെയ്സി ടീച്ചർ തന്നെ കംപ്ലീറ്റ് ചെയ്തു തന്നു. ആ വരികൾ ഇങ്ങനെയായിരുന്നു: മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ, നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, കൊതിതുള്ളി നിൽക്കവേ, തേന്മലർത്തുകാൻ ഉൾക്കുളിർ പാടാൻ നീ വരില്ല, നീ വരില്ല നീ. അല്പം തടിയനായ ഒരു ഉണ്ടക്കുട്ടിയായിരുന്നു ഞാനന്ന്. എൻ്റെ നമ്പർ 21 21 എന്ന് വിളിച്ചപ്പോൾ ഞാൻ ഉരുണ്ടുരുണ്ട് സ്റ്റേജിൽ ചെന്ന് ONVയുടെ നേരത്തെ പറഞ്ഞ ഗാനം സാമാന്യം നന്നായി തന്നെ ചൊല്ലി. രുക്മിണിയെടുത്തിയെയും എൻ്റെ അമ്മയെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് 1ാം സ്ഥാനം കിട്ടി. ഒരു ഭരണിയാണ് സമ്മാനമായി കിട്ടിയത്. അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ അമ്മ കുറേ കാലം ആ ഭരണിയിൽ പഞ്ചസാര ഇട്ട് വെച്ചിരുന്നു. ആ വർഷത്തെ ജില്ലാ യുവജനോത്സവം കോട്ടകൽ രാജാസ് ഹൈസ്കൂളിൽ വെച്ചായിരുന്നു. ഒരു ദിവസം ഹെഡ് മാസ്റ്റർ എന്നെ മുറിയിലേക്ക് വിളിച്ച് ലൈറ്റ് മ്യൂസിക്കിൻ്റെ ജില്ലാ യുവജനോത്സവത്തിലേക്ക് എൻ്റെ പേരാണ് അയച്ചിട്ടുള്ളതെന്നും വളരെ നല്ലൊരു ഗാനം വളരെ നന്നായി പഠിച്ച് തയ്യാറായി വരാനും പറഞ്ഞു. വീണ്ടും എല്ലാ വൈകുന്നേരങ്ങളിലും തെരുവിലെ ഹോട്ടലിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ എന്തോ എനിക്കൊരു മടി. അമ്മ അത്തരം കാര്യങ്ങളൊന്നും ഇടപെടില്ല. കാരണം അമ്മയ്ക്കതൊന്നും അറിയില്ല, അത്ര തന്നെ.
ഇക്കാര്യങ്ങളിലൊക്കെ എൻ്റെ സുപ്രീം കോർട്ടായ രുക്മിണിയടുത്തിയോട് ഈ പ്രശ്നം അവതരിപ്പിക്കൂ. ശരിക്കു പറഞ്ഞാൽ രുക്മിണിയടുത്തിക്ക് ഇത്തരം കാര്യങ്ങൾ ആരുടെയും കൺസൾട്ടേഷൻ കൂടാതെ തന്നെ ചെയ്യാമായിരുന്നു. കാരണം അവരുടെ രക്തത്തിൽ തന്നെ കലയുണ്ട്. സിനിമകളിലും ടി വികളിലും യേശുദാസിന് തുല്യമായി ഉയർന്നു വരുന്ന ഗായകൻ NK മധു ബാലകൃഷ്ണൻ രുക്മിണിയടുത്തിയുടെ കസിനാണ്. ഈയിടെ ഞാനും എൻ്റെ അനുജൻ വിജയനും എന്തോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരേ സംശയം ഉന്നയിച്ചത് ഇങ്ങനെയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ജ്യോതിഷ കാര്യങ്ങൾക്ക് വരാറുണ്ടായിരുന്ന രുക്മിണിയടുത്തിയുടെ ബന്ധു ബാലകൃഷ്ണ പണിക്കർ, അദ്ദേഹത്തെ ഞങ്ങൾ വിളിക്കുക കൊടപ്പാളി ബാലകൃഷ്ണ പണിക്കർ എന്നായിരുന്നു. ബാലകൃഷ്ണ പണിക്കരും മധു ബാലകൃഷ്ണനും തമ്മിലുള്ള ആ അസാധാരണമായുള്ള ഛായയിലെ സാമ്യത്തെക്കുറിച്ചായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ജീൻസിൻ്റെ ഒരു കളിയെ, വല്ലാത്ത കളിയാണ് ജീൻസിൻ്റെ കളി. രുക്മിണിയടുത്തിയോട് ഞാൻ ഈ പ്രശ്നം അവതരിപ്പിച്ചു. 3 ദിവസത്തിനുള്ളിൽ രുക്മിണിയടുത്തി എവിടെയെന്നോ ഒരു മനോഹര ഗാനവും അതിൻ്റെ ട്യൂണും കൊണ്ടുവന്നു. പോരാ, എന്നെക്കൊണ്ട് കുറേ പ്രാവശ്യം പാടിക്കുകയും ചെയ്തു. അതിങ്ങനെയായിരുന്നു: വീണ പൂവേ വീണ പൂവേ വിടർന്നതെന്തിനു നീ, ഓർമ്മകൾ തൻ തേൻമുള്ളുകളിൽ. വീണ പൂവേ വീണ പൂവേ വിടർന്നതെന്തിനു നീ, ഓർമ്മകൾ തൻ തേൻമുള്ളുകളിൽ. ഒരിക്കൽ നീയൻ മലർക്കിനാവിൽ വിരിഞ്ഞു നിന്നില്ലേ, ഒരിക്കൽ നീയൻ മലർക്കിനാവിൽ വിരിഞ്ഞു നിന്നില്ലേ, വാസന്തമായി ഞാൻ നിൻമണിയറയിൽ വിരുന്നു വന്നില്ലേ. വീണ പൂവേ വീണ പൂവേ വിടർന്നതെന്തിനു നീ, ഓർമ്മകൾ തൻ തേൻമുള്ളുകളിൽ. കോട്ടയ്ക്കൽ ജില്ലാ യുവജനോത്സവത്തിൽ ഞാൻ ആ ഗാനം ഏറെക്കുറെ നന്നായി പാടിയെങ്കിലും എനിക്ക് 2ാം സ്ഥാനമേ കിട്ടിയുള്ളൂ. വിഡ്ഢിയായ ഞാൻ എൻ്റെ ഡെയ്സി ടീച്ചറെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു എനിക്ക് 1ാം സ്ഥാനം വാങ്ങിത്തരണമെന്ന്. ടീച്ചർ എന്നെ സമാധാനപ്പെടുത്തി. എടാ കുട്ടിയെ, ഈ കോട്ടയ്ക്കലിലും നിലമ്പൂരിലുമൊക്കെയുള്ള കുട്ടികൾ വർഷങ്ങളായി ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിച്ചവരാണ്. അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. നീ അങ്ങനെയൊന്നും പഠിക്കാതെ തന്നെ നിനക്ക് 2ാം സ്ഥാനം കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞു പാവം ടീച്ചർ. അന്നൊക്കെ അങ്ങനത്തെ ടീച്ചർമാരുണ്ടായിരുന്നു. എന്നെപ്പോലെയുള്ളവർക്കാകട്ടെ അവർ അമ്മയ്ക്കോ ദൈവത്തിനോ തുല്യരായിരുന്നു. അതൊക്കെ ഒരു കാലം. ആ സ്നേഹം, ആ പരിഗണന എന്നിവയൊക്കെ ഇന്നൊക്കെ ഒരു സ്വപ്നം മാത്രമല്ല ഇതേപോലെ രുക്മിണിയടുത്തിമാരെയും ഇന്നൊക്കെ തിരിയിട്ട് തിരഞ്ഞാൽ കാണാൻ കിട്ടുമോ? ഇക്കാലത്ത് പാവം രുക്മിണിയടുത്തി അതീവ ക്ഷീണിതയാണത്രേ. എന്നാൽ ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കും. ഞാനങ്ങോട്ട് വിരളമായേ വിളിക്കാറുള്ളൂ. കാരണം അവരെ വിളിക്കുമ്പോൾ എനിക്കെൻ്റെ അമ്മയെ അറിയാതെ ഓർമ്മ വരും. ഓർമ്മകളേ കൈവള ചാർത്തി വരൂ വിമുഖമാം ശൂന്യതയിൽ.